എക്കാലവും മോദിയും യോഗിയും ഉണ്ടാകുമെന്ന് കരുതരുത്. മോദി ഹിമാലയത്തിലേക്ക് പോവും, യോഗി സ്വന്തം മഠത്തിലേക്ക് പോവും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആരാണുള്ളത്? അസദുൻ ഒവൈസിയുടെ ചോദ്യമാണ്. ഈ വഖഫ് ബില്ലൊക്കെ ഇപ്പോൾ പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നു എന്ന പശ്ചാത്തലത്തിലാണ് ഈ ചോദ്യം ഉയർന്നു വരുന്നത്. ഇതുപോലൊരു ചോദ്യം മുമ്പ് വന്നിരുന്നു. ചോദ്യമല്ല, സ്റ്റേറ്റ്മെൻറ്റ്. അക്ബറുദ്ദീൻ ഒവൈസി ആയിരുന്നു പറഞ്ഞത്. 100% നേരിടാൻ 20% ധാരാളം മതി. 15 മിനിറ്റ് നേരത്തേക്ക് പട്ടാളത്തിനെയും പോലീസിനെയും ഒന്ന് മാറ്റി നിർത്ത് എന്ന് പറഞ്ഞു. അതിൻ്റെ കേരള വെർഷനായിരുന്നു അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വെച്ചേക്കൂ, കാലന്മാർ വരുന്നുണ്ട് എന്ന്. അപ്പോൾ വീണ്ടും ഇത്തരം മുദ്രാവാക്യങ്ങൾ ഉണ്ടായി വരികയാണ്. യോഗിയും മോദിയും പോയാൽ എന്തു ചെയ്യും? ഈ ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. RSSൻ്റെ ഒരു പ്രചാരക, അദ്ദേഹം ക്ഷേത്രീയ പ്രചാരകമായിരുന്നു, കൃഷ്ണപ്പ, N കൃഷ്ണപ്പ, കർണാടകക്കാരനാണ്. അപ്പോൾ അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ അദ്വാനിക്കും വാജ്പേയിക്കും വയസ്സായി, ഇവർ അധികാരത്തിൽ നിന്ന് മാറണം എന്ന് സർസംഘചാലക് KS സുദർശൻ ഒരു ഇൻ്റർവ്യൂവിൽ ആവശ്യപ്പെട്ടു. അപ്പോൾ അത് വലിയ വിവാദമായി. അവർ അധികാരത്തിലിരിക്കുകയാണ്, വാജ്പേയി പ്രധാനമന്ത്രിയാണ്, ആഭ്യന്തരമന്ത്രിയാണ്, ഉപപ്രധാനമന്ത്രിയൊക്കെയാണ് അദ്വാനി. ഇവർ മാറണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പ്രായമായി അവർക്ക്, അവർ മാറണം. അത് വലിയ വിവാദമൊക്കെ ആയി. അത് വിവാദം അതിൻ്റെ പാട്ടിലങ്ങ് പോട്ടെ. ഞാനിത് രഹസ്യമായിട്ട് കൃഷ്ണപ്പാജിയോട് ചോദിച്ചു, ഇതെന്തോ സർസംഘചാലക് ഇങ്ങനെ പറഞ്ഞു, ഇവരൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ആരാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോഹൻദാസിൻ്റെ ചോദ്യത്തിന് 2 പോർഷനുണ്ട്. ഒന്ന്, സർസംഘചാലക് പരസ്യമായിട്ട് ഇത് ആവശ്യപ്പെടേണ്ടിയിരുന്നോ, അതൊരനൗചിത്യമല്ലേ എന്നുള്ള ഒരു ചോദ്യം. നമ്പർ 2, ഇവർ പോയാൽ ആര്, പിന്നെ ആര്? ആദ്യത്തെ ചോദ്യം നമുക്കവിടെ നിർത്താം. അത് സർസംഘചാലകോ വാജ്പേയിയോ എന്താണെന്ന് വെച്ചാൽ അവർ തീർക്കട്ടെ. അത് തുടങ്ങിയ വിവാദമാണ്, അതെങ്ങനെ വരുന്നു നോക്കാം. അതിൽ വലിയ ആശങ്ക വേണ്ട. രണ്ടാമത്തത്, മോഹൻദാസിന് ഭാരതത്തിലെ യുവതലമുറയിൽ വിശ്വാസമുണ്ടാകും. അദ്വാനിയും വാജ്പേയിയും ആചന്ദ്രതാരമേ സന്തതി പ്രവേശമേ ജീവിച്ചിരിക്കും എന്ന് കരുതുന്നുണ്ടോ? ഞാൻ പറഞ്ഞു അതില്ല. അപ്പോൾ ഒരു ദിവസം അവർ മരിക്കുമല്ലോ, അതോടെ ഭാരതം മരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു എന്ത് ചെയ്യുമെന്ന് എനിക്കും അറിയില്ല. എനിക്കറിയാം, ഭാരതം വേറൊരു നേതാവിനെ ഉണ്ടാക്കാം. കാരണം ഒരു വാജ്പേയി, അഡ്വാനി, ഒരു കൃഷ്ണപ്പ, ഒരു മോഹൻദാസ്, ഇതൊന്നും കണ്ടുണ്ടായ സാധനമല്ല ഭാരതം. എത്രയോ പേര് ജനിച്ചു, എത്രയോ പേര് മരിച്ചു, എത്ര മഹാന്മാർ, എത്ര മഹതികൾ, ഇവരൊക്കെ മരിച്ചു പോയില്ലേ? എന്നിട്ടെന്താ ഭാരതം അസ്തമിച്ചു പോയോ? അപ്പോൾ അതുകൊണ്ട് ഈ സർസംഘചാലക് അത് പറയണോ വേണ്ട, അത് വേറൊരു കാര്യം. ബട്ട് ഇവരില്ലെങ്കിൽ വേറെ ആര് എന്നുള്ള ചോദ്യത്തിന് വേറെ ഒരുപാട് പേരുണ്ടാകുന്നതാണ് ഉത്തരം. ആ ഉത്തരമായിട്ട് പിന്നീട് വരുന്നത് നരേന്ദ്രമോദിയാണ്. സർസംഘചാലക് ഇത് പറയുന്ന, സുദർശൻ ഇത് പറയുന്ന സമയത്ത്, ഞാനിത് കൃഷ്ണപ്പാജിയോട് ചോദിക്കുന്ന സമയത്തൊക്കെ ഈ നരേന്ദ്രമോദി ഒരു നോൺ എൻറ്റിറ്റിയാണ്. അറിയാം ഇങ്ങനെ ഒരാളുണ്ടെന്ന്, അതിനപ്പുറത്തേക്ക് ഒരു റീച്ച് നരേന്ദ്രമോദിക്കില്ല. എത്ര വേഗമാണ് നരേന്ദ്രമോദി ഈ സ്ഥലത്തേക്ക് എത്തിയത്! ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്. നമുക്ക് നരേന്ദ്രമോദി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MLA ആയിട്ട് അങ്ങനെ വന്ന ആളൊന്നുമല്ല, ഡയറക്റ്റ് മുഖ്യമന്ത്രിയായിട്ട് വന്നു. അതാണ് ചരിത്രത്തിൻ്റെ ഒരു തിരിച്ചിൽ. ഒറ്റ തിരിച്ചിലിൽ ചുമ്മാതിരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയാകുക, പിന്നെ അങ്ങോട്ട് വെച്ചടി കയറ്റമാകുക, പിന്നെ പ്രധാനമന്ത്രിയാകുക. ഹൗ ഫാസ്റ്റ്! ഇത്ര ഫാസ്റ്റായിട്ട് പൊളിറ്റിക്സിൽ റൈസ് ചെയ്ത ആൾക്കാരെ കാണാൻ പ്രയാസമാണ്. ഉണ്ട്, മറ്റേ നെഹ്റു കുടുംബത്തിൽ ഓവർനൈറ്റ് പ്രധാനമന്ത്രി. അതല്ലാതെ സാധാരണ ജനാധിപത്യ സംവിധാനത്തിൽ ഉൾപാർട്ടിയിൽ വഴക്ക്, പാർട്ടിയിൽ ഒരു സ്ഥാനം കിട്ടി വരുമ്പോഴത്തേക്ക് തന്നെ ഇയാൾക്കൊരു 55-60 വയസ്സാകും. ഇത് കഴിഞ്ഞിട്ട് വേണം പ്രതിപക്ഷങ്ങളുമായിട്ട്. ഇത് കൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരൊക്കെ വടികുത്തി നടക്കുന്ന പ്രായത്തിലാണല്ലോ ആയത്. വാജ്പേയി എപ്പോഴാണ് പ്രധാനമന്ത്രിയായത്? ഏകദേശം പുള്ളിക്ക് വയ്യാതെ ആയപ്പോഴാണ്. മൊറാർജി ദേശായി എത്ര പ്രായമായിട്ടാണ്? ദേവഗൗഡ, എല്ലാവരും അത്. അപ്പോൾ ഈ വളരെ ഫാസ്റ്റായിട്ട് റൈസ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരാമെങ്കിൽ അതിൻ്റെ റീപ്ലേസ്മെൻറ്റും വളരെ ഫാസ്റ്റായിട്ട് ചിലപ്പോൾ വന്നു വരും. ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് ഞാൻ പഴയ കാര്യം അത് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി
ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും എന്നൊരു ചൊല്ല് പണ്ടേ ഇന്ത്യൻ ഉണ്ട്. പൊളിറ്റിക്സിലുണ്ട്. അതെ. പണ്ടേ ഉണ്ട്. അത് ഏകദേശം ശരിയാണ് തന്നെ. ഏകദേശം ശരിയാണ്. പല മുഖ്യ പ്രധാനമന്ത്രിമാരും യു.പിയിൽ ഉത്തർപ്രദേശിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഉത്തർപ്രദേശിൽ ഒരു തവണ എച്ച്.എൻ. ബഹുഗുണ മുഖ്യമന്ത്രിയായി. അപ്പോൾ പത്രക്കാരൊക്കെ പറഞ്ഞു എച്ച്.എൻ. ബഹുഗുണ, ഹേമവതി നന്ദൻ ബഹുഗുണ അന്നത്തെ വലിയ നേതാവാണ്. ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. അപ്പോൾ ബഹുഗുണ അടുത്ത പ്രധാനമന്ത്രിയാകും ഇന്ദിരാഗാന്ധി കഴിഞ്ഞാൽ. ഇത് ഇന്ദിരാഗാന്ധിക്ക് പിടിച്ചില്ല. പിടിക്കില്ല എന്ന് ബഹുഗുണയ്ക്ക് അറിയാം. പക്ഷേ പത്രക്കാരെഴുതി. ഇത് കഴിഞ്ഞിട്ട് അന്ന് USSR ആണ്, സോവിയറ്റ് യൂണിയൻ. ആ എംബസിയുടെ ഒരു പ്രതിനിധി ഉത്തർപ്രദേശിൽ വന്ന് മുഖ്യമന്ത്രിയുടെ ആതിഥ്യം സ്വീകരിച്ച് നടത്തിയ പ്രസംഗത്തിൽ ഐ ആം സ്പീക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ഫ്യൂച്ചർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഒരു തട്ട് ചെയ്തായി പോയി. പിറ്റേ ദിവസം എച്ച്.എൻ. ബഹുഗുണയുടെ സ്ഥാനം പോയി. നെക്സ്റ്റ് ഡേ. അപ്പോൾ എച്ച്.എൻ. ബഹുഗുണ പത്രസമ്മേളനം വിളിച്ചു, ഞാൻ രാജിവെക്കുകയാണ്, പ്രധാനമന്ത്രി എന്നോട് ആവശ്യപ്പെട്ടു രാജിവെക്കാൻ. അപ്പോൾ ഇവർ പറഞ്ഞു ഇതല്ലേ പ്രശ്നം, നിങ്ങൾ അടുത്ത പ്രധാനമന്ത്രിയാകുന്ന ഒരു ഭയം എന്നൊക്കെ പറഞ്ഞു. അത് തന്നെയാണ് പ്രശ്നം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനും ഇത് തന്നെ ചെയ്തേൻ. കാരണം എനിക്ക് ശേഷം ഒരുത്തൻ വരുന്നു, അവനെ തട്ടിക്കളയും. ഇത് മോദി ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ ഇനി പ്ലെയിനായിട്ട് പറയാം, ആരാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഇപ്പോൾ? യോഗിയാണ്. ആ യോഗിയുടെ ഡൽഹി തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വരികയാണല്ലോ, ഫെബ്രുവരി 5-ാം തീയതി. 15 റാലിയാണ് യോഗിക്ക്, 3 റാലിയാണ് മോദിക്ക്. മഹാരാഷ്ട്രയിൽ മോദിയേക്കാളും കൂടുതൽ റാലി നടത്തിയത് യോഗിയാണ്. മറ്റേത് ഇന്ദിരാഗാന്ധി എച്ച്.എൻ. ബഹുഗുണയെ പറഞ്ഞു വിട്ടെങ്കിൽ ഇദ്ദേഹം യോഗി ആദിത്യനാഥിനെ ലിഫ്റ്റ് ചെയ്യും. ദിസ് ഈസ് ദ ഡിഫറൻസ്. യോഗി വാസ് ദ സ്റ്റാർ ക്യാമ്പയിനർ ഇൻ ഛത്തീസ്ഗഡ്. തോറ്റുപോയി അവിടെ. പക്ഷേ മഹാരാഷ്ട്രയിൽ ജയിച്ചു, ഹരിയാനയിൽ ജയിച്ചു. ഇവിടെ എല്ലാം നമ്പർ ഓഫ് റാലീസ് എടുത്തു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതലാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി. ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പിൽ നോക്കിയോ, യോഗിക്ക് എന്ത് റോളാണുള്ളത്? ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വം ഒരു വിഷയമല്ല. ഡൽഹി സെപ്പറേറ്റ് വേറൊരു പൊളിറ്റിക്സാണ്, ഒരു കൾച്ചർ, വേറെ കൾച്ചറാണ്. ബട്ടയെങ്കെ കട്ടയെങ്കെ എന്നൊന്നും ഡൽഹി പോയി പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ടും 15 റാലിയിൽ യോഗി ചെയ്തത് എന്താണെന്നറിയാമോ? ബട്ടയെങ്കെ കട്ടയെങ്കെ ഒന്നുമില്ല. യോഗി പറഞ്ഞു ഈ ഉത്തർപ്രദേശിൻ്റെ സ്വഭാവം പകുതി ഡൽഹി ഉത്തർപ്രദേശാണത്. നോയിഡ എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഉത്തർപ്രദേശാണ്, ഡൽഹി അല്ലാതെ. അപ്പോൾ യോഗി പറഞ്ഞു നിങ്ങൾ ഡൽഹിയിൽ നിന്ന് നോയിഡയിലേക്ക് വാ. മനുഷ്യ ഡൽഹിയിലെ ആൾക്കാരൊക്കെ നോയിഡയിലേക്ക് താമസം മാറ്റി, നിങ്ങൾക്കറിയാമോ? എത്ര പേരുടെ താമസം മാറ്റിയതിൻ്റെ റെക്കോർഡ് വേണം ഞാൻ കാണിച്ചു തരാം. നോയിഡയിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കറണ്ട് പോകുന്നില്ല, റോഡൊക്കെ നന്നായിട്ടിരിക്കുന്നു, വഴിയിൽ ചവറില്ല. നോയിഡ വിട്ട് ഡൽഹിയിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ചവർ കൊണ്ട് നിൽക്കപ്പെടുകയില്ല. എൻ്റെ കൂടെ ഒന്ന് വാ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കേജ്രിവാൾ പറഞ്ഞു ഗംഗയിൽ കാലുകുത്താൻ സ്ഥലമില്ല. നെക്സ്റ്റ് ഡേ UP ക്യാബിനറ്റ് മൊത്തം 40 മന്ത്രിമാരുണ്ട്, എല്ലാം ഷർട്ടും ബനിയനും ഒരു ഗംഗയിൽ മുങ്ങി വീഡിയോ എടുത്തു. യോഗി പിന്നെയും ഡൽഹിയിൽ വന്നു. എന്ത് പറയുന്നു? നിങ്ങൾ ഗംഗയിൽ വരണ്ട, ഗംഗയിൽ മുങ്ങണ്ട, ഗംഗയിൽ മുങ്ങുന്നത് നിങ്ങൾക്ക് കുറച്ചിലാണ്. നിങ്ങളുടെ പോർഷനിൽ യമുനയുണ്ട് ഡൽഹിയിൽ, ആ യമുനയിൽ നിങ്ങളുടെ ക്യാബിനറ്റ് ഒന്ന് മുങ്ങിയാൽ മതി. പറ്റുമോ? പറ്റില്ല. കാരണം അത്രയ്ക്ക് മോശമായി കിടക്കുന്ന ഈ പത വരുമല്ലോ. അങ്ങനെ പത വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഡൽഹിയിലെ യമുന. ഈ യമുനയെ ഒഴുകി ഗംഗയിൽ ചേരുമ്പോൾ ഇതും കൂടെ ചേർത്താണ് ഗംഗ ക്ലിയറാക്കി യോഗി വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ യോഗി തിരിച്ചടിക്കും എന്ന് കേജ്രിവാൾ വിചാരിച്ചില്ല. യോഗി ഡെവലപ്മെൻറ്റ്, കേജ്രിവാളിൻ്റെ ഒരു നമ്പർ അതാണല്ലോ, ഫ്രീ ഇലക്ട്രിസിറ്റി, അത് ഇത് ഫ്രീ ഇലക്ട്രിസിറ്റി. യോഗി പറഞ്ഞു കറണ്ട് ഉണ്ടെങ്കിലല്ലേ, അല്ലെങ്കിൽ കറണ്ട് പോയ സ്ഥലത്ത് താൻ ഫ്രീ എന്ന് പറയുന്നത് എന്തിനാ? അതല്ലെങ്കിൽ തന്നെ കാശ് വാങ്ങാൻ പറ്റില്ല. കറണ്ട് കൊടുത്താലേ വാങ്ങാൻ പറ്റുള്ളൂ. കൊടുക്കുന്നില്ല. പക്ഷേ ഈ ഒവൈസിമാരെന്താ ഇങ്ങനെ പറയുന്നത്? ഇത് നിങ്ങൾ എന്ന് ചോദിക്കും. അവരുടെ പാരമ്പര്യം. ആര് ഈ ഒവൈസിമാർ? റസാക്കർമാരാണ്. ഇവർ ഈ ഹൈദരാബാദ് പാകിസ്ഥാനിൽ ചേരണം എന്ന് നൈസാമിന് വേണ്ടി യുദ്ധം ചെയ്ത റസാക്കർ ഫാമിലിയാണ് ഈ ഒവൈസി ഫാമിലി. കൂട്ടക്കൊല നടത്തിയവരാണ്. അതാണ് അവരുടെ MIM. അവർ കൂട്ടക്കൊല നടത്തിയ ഒരു കുടുംബം ഏതാണെന്നറിയാമോ? മല്ലികാർജുൻ ഖാർഗെയുടെ.
മല്ലികാർജുൻ ഖർഗെയുടെ അച്ഛനെയോ അമ്മയെയോ തീ വെച്ച് കൊന്നത് റസാക്കർമാരാണ്. മല്ലികാർജുൻ ഖർഗെ അത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു അധ്യായമാണ്. അത് പറഞ്ഞല്ലോ, അങ്ങേർക്ക് അന്ന് 6 or 7 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഈയിടെ പറഞ്ഞു അത്. പറഞ്ഞിട്ട് തിരിച്ചടിച്ചു. പുള്ളി പറഞ്ഞു ഇങ്ങനെ എൻ്റെ അമ്മയെ തീ വെച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞു. ആര് തീ വെച്ചു? അത് യോഗിയാണ് ചോദിച്ചത്. തീ വെച്ച ആളിൻ്റെ പേരെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ കൊല്ലപ്പെട്ടതല്ലല്ലോ, കൊന്ന ആളിൻ്റെ പേര് പറ. കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രെഡിക്കേറ്റാക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ പറയും. അപ്പോൾ ഇത് ചെയ്തത് ആ റസാക്കർമാരുടെ പിന്തുടർച്ചാവകാശികളാണ് ഇവർ. സുൽത്താൻ സലാഹുദ്ദീൻ ഒവൈസി, അങ്ങേർക്ക് 2 മക്കൾ. ഒന്ന് അസദുദ്ദീൻ ഒവൈസി, 2 അക്ബറുദ്ദീൻ ഒവൈസി. അക്ബറുദ്ദീൻ ഒവൈസിയാണ് 15 മിനിറ്റ് പട്ടാളത്തെ മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു പ്രസംഗം. അസദുദ്ദീനാണ് ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത്. അസദുദ്ദീൻ നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സ്ഥലത്ത് ഇതും ഇതിലപ്പുറം ഒക്കെ പറഞ്ഞുകൊണ്ട് ബില്ല് പാസ്സാക്കിയാൽ നിങ്ങൾക്കെന്ന് പറയുന്നത് BJP-കാരോടല്ലോ, ഹിന്ദുക്കളോടല്ലേ? ഇതിങ്ങനെ ആർട്ടിക്കിൾ 370 മാറ്റിക്കഴിഞ്ഞാൽ രാജ്യം തീ പിടിക്കുമെന്നാണ് അന്ന് പറഞ്ഞത് ഈ അസദുദ്ദീൻ ഒവൈസി. എവിടെ തീ പിടിച്ചു? വല്ല തീയും പിടിച്ചു. കാശ്മീരിലോ പിടിച്ചില്ല. ഇങ്ങേരുടെ മൂക്കിന് താഴെയുള്ള ഹൈദരാബാദ്, ആകെ ഒരു ഹൈദരാബാദാണല്ലേ കയ്യിലുള്ളത്, അവിടെ പോലും തീ പിടിച്ചില്ല. ഒരു ഹർത്താൽ നടത്തണ്ടേ, അതുപോലും ഉണ്ടായില്ല. എന്നിട്ട് ഈ ആശാൻ വെറുതെ വാചകടിച്ചുകൊണ്ട് നടക്കുന്നു. 15 മിനിറ്റ് പട്ടാളത്തെ മാറ്റിത്താൻ ഞാൻ തീർത്തു തരാം. ഈ പ്രസംഗം ഉണ്ടല്ല, ഇയാൾ 10, 12, 13 വർഷമായി. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഇയാളുടെ ഈ പ്രസംഗം. അതിൻ്റെ പേരിൽ കേസും ഉണ്ടായി. കേസ് തള്ളിപ്പോയി. എങ്ങനെയാണെന്നറിയാമോ? പ്രസംഗത്തിൻ്റെ ഫുൾ വീഡിയോ ആരുടെ കയ്യിലുമില്ല. തെലങ്കാന, ഹൈദരാബാദിലെ മറ്റു വെച്ചാണ്. തെലങ്കാന സർക്കാർ അവരുടെ IB ഇതെല്ലാം റെക്കോർഡ് ചെയ്യും. ഈ റെക്കോർഡ് അവരാർക്കും കൊടുത്തില്ല. കോടതി ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെന്ന് പറഞ്ഞു. കാര്യം ശരിയാണ്, ഇയാൾ പറയുന്നുണ്ട് 15 മിനിറ്റ് ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് പറഞ്ഞത് എന്താ? അതിന് മുമ്പ് എന്താ? ഈ ഡയലോഗ് വേറെ ആരുടെയെങ്കിലും ഡയലോഗായിട്ട് കോട്ട് ചെയ്തതാണ്. ഇങ്ങനെയൊക്കെ അറിയാനായിട്ട് ഫുൾ വീഡിയോ വേണമല്ലോ. ഫുൾ വീഡിയോ ഇല്ല. പോലീസ് കൊടുത്തൂല. കൊടുക്കേണ്ടത് പോലീസാണ്. പക്ഷേ പോലീസിൻ്റെ കയ്യിലില്ല. പ്രൈവറ്റ് കംപ്ലയിൻ്റാണ് ഈ പോയിരിക്കുന്നത്. പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുത്ത ആളിൻ്റെ ഇതിൻ്റെ വീഡിയോ ഇല്ല. അയാൾ സർക്കാർ വീഡിയോ ഹാജരാക്കണം. സർക്കാർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടു, ഇത്രയുള്ളൂ. അങ്ങനെ ആ കേസ് തള്ളിപ്പോയി. ബട്ട് വാസ്തവത്തിൽ അയാളത് പറഞ്ഞത് ഞാനത് ആ വീഡിയോ കണ്ടതുമാണ്. അതന്ന് വലിയ കോലാഹലം ഉണ്ടാക്കിയ വീഡിയോ ആണ്, ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ യോഗിയെ പേടി എന്ന് പറയുന്നൊരു സാധനം ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ടോ മോദിയെക്കാളും? അതിന് നാച്ചുറലി കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മോദിയുടെ പിൻഗാമി ആരാണെന്ന് ചോദിച്ചാൽ യോഗിയാണെന്ന് പറയേണ്ടി വരും. ബട്ട് അതേസമയം നമുക്ക് അമിത്ഷായെ കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ എല്ലാം ഒരു ബാക്ക് ബോണായിട്ട് നിൽക്കുന്നത് അമിത്ഷായാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഈ ഡിസൈൻ ഉണ്ടല്ലോ, ഈ മോദിയുടെ റാലി കുറയ്ക്കുക, യോഗിയുടെ റാലി കൂട്ടുക, മൊത്തത്തിൽ ഈ ഒരു ഡിസൈൻ, ഇതിൻ്റെ ഡിസൈനർ അമിത്ഷായാണ്. അപ്പോൾ തീരുമാനിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അമിത്ഷായുടെ ചില സമയത്തെ പെരുമാറ്റവും ഡിസൈനും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ യോഗിയേക്കാൾ സ്മാർട്ടല്ലേ ആ മനുഷ്യനെന്ന് തോന്നും. ബട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം, ഈ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറുണ്ടല്ലോ, അതനുസരിച്ചാണ് പെരുമാറുന്നത്. യോഗി വളരെ ശാന്തം, വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യങ്ങൾ വളരെ ശാന്തമായിട്ട് പറയുന്ന സ്വഭാവക്കാരനാണ് യോഗി. അമിത്ഷാ ഇത് രണ്ടും തമാശയ്ക്കും വലിയ കത്തികയറ്റും വളരെ സീരിയസ് ആയിട്ടും പബ്ലിക് മീറ്റിങ്ങിലൊക്കെ അസാമാന്യമായ വാഗ്വൈഭവമാണ് അമിത്ഷായുടെ. അപ്പോൾ അമിത്ഷായും രണ്ടാമനൽ എന്ന് ചോദിച്ചാൽ ആണ്. ഏതായാലും മോദിക്ക് ശേഷം ആര് എന്ന് വിചാരിച്ചിട്ട് ഇയാൾ വിഷമിക്കുന്നുണ്ടാവാം. എനിക്ക് ആ വിഷമം പണ്ടേ തീർന്നതാണ്. പണ്ട് ആ ചോദ്യത്തിന് RSSൻ്റെ ഉത്തരം കിട്ടിയപ്പോൾ, കൃഷ്ണപ്പാജിയുടെ ഉത്തരം കിട്ടിയപ്പോൾ എൻ്റെ ആ സംശയം തീർന്നതാണ്. അതുകൊണ്ട് ഇപ്പം എന്താ, അമിത്ഷാ ഉണ്ട്, ഗഡ്കരിയുണ്ട്, യോഗിയുണ്ട്, മധ്യപ്രദേശിലെ മോഹൻ യാദവ് ഉണ്ട്, ഒറീസയിലെ മോഹൻ മാഞ്ചി, ഹിമന്ത ബിശ്വ ശർമ്മയുണ്ട്. ഇനി ഇതൊന്നുമല്ലാതെ സർപ്രൈസ് കാൻഡിഡേറ്റ് ആരെങ്കിലും വരാനുമുണ്ട്.
പക്ഷേ ഇവർക്ക് ഉറപ്പുണ്ട് യോഗി മഠത്തിലേക്കും മോദി ഹിമാലയത്തിലേക്കും പോകുമെന്ന്. അത് ഇതിനു മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഫസ്റ്റ് തെരഞ്ഞെടുപ്പിൽ ഇവർ പറഞ്ഞതാണ്. ഇപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്, मैं बोल रहा हूँ आपको मोदी नहीं आएगा, नहीं आएगा, मैं बोल रहा हूँ आपको, लिख के दूंगा. എന്ത് സംഭവിച്ചു? മൂന്നാമത് ആ കാർന്നൊരു കയറിയിരിക്കുന്നത് ഇയാൾക്കൊട്ടും ഗുണം പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മളാരും ഭയപ്പെടണ്ട. ഇതൊക്കെ എത്ര കണ്ടതാണ്. ഈ ഞാൻ പറയട്ടെ, ഈ ഷോർട്ട് ടേം പൊളിറ്റിക്കൽ മെമ്മറി ഉള്ളവർക്ക് ഇതൊക്കെ വലിയ സംഭവമായിട്ട് തോന്നും. ലോങ് ടേം ആയിരിക്കണം നിങ്ങളുടെ മെമ്മറി. ഒരു വലിയ സ്പാൻ എടുത്ത് നോക്കുക, എന്തെല്ലാം സംഭവിച്ചു നമ്മുടെ നാട്ടിൽ, എന്നിട്ട് നമ്മൾ പുറകോട്ട് പോയോ മുന്നോട്ട് പോയോ. തിരിച്ചടികൾ ഉണ്ടായിട്ടില്ല, ഉണ്ടാവും. ജീവിതത്തിൽ അതുമൊക്കെ ഉള്ളതാണ്. ചിലപ്പോൾ പരാജയം സംഭവിക്കും, ഇതൊക്കെ സംഭവിക്കും. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. സത്യമല്ലേ? 240 സീറ്റ്. അതിന് ക്ഷീണം ഇപ്പോഴും ഉണ്ട്. ഇറ്റ് ഇസ് ട്രൂ. വെൽ, പക്ഷേ അത് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയും അയ്യോ എല്ലാം തകർന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അവർ വർക്ക് ഡേ ആൻഡ് നൈറ്റ്. അത് കാണുന്നുണ്ടല്ലോ, ഇത്രയും എതിർപ്പുണ്ടായിട്ടും സ്വന്തമായി ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ടും വഖഫ് ബില്ല് ടേബിൾ ചെയ്യാൻ പോവാ. അല്ല, അതിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നോക്കുക. JPC ഉണ്ടാക്കി. JPCയിൽ JDU ഉണ്ട്, ചന്ദ്രബാബു നായിഡു ഉണ്ട്, TDP ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഭേദഗതി വേണമെങ്കിൽ JPCയിൽ അവതരിപ്പിക്കാം. അവതരിപ്പിച്ചു, അത് മുഴുവൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനിയിപ്പോൾ ലോക്സഭയിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ JDUവിനോ TDPക്കോ എതിർക്കാൻ പറ്റുമോ? അതെ, പറ്റില്ല. മാത്രമല്ല TDP ഇതിൻ്റെ ഒരു TDPയും JDUവും ഇതിൻ്റെയൊക്കെ വിക്ടിംസാണ് അവർ. സർക്കാർ ഭൂമി എത്രയാണ് ഇവർ കയ്യിൽ വെച്ചിരിക്കുന്നത്? സുനിലൊന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണല്ലോ, 9.5 ലക്ഷം ഏക്കർ വസ്തു വഖഫിൻ്റെ ഉണ്ട്. അത് മുസ്ലിങ്ങളുടെ ആണെന്നാണല്ലോ ഇവർ പറയുന്നത്. മുസ്ലിമാണ്, അതുകൊണ്ട് ഹിന്ദുക്കൾ പാടില്ല, അന്യമതസ്ഥർ പാടില്ല. കാര്യമൊക്കെ ശരി. പിന്നെ എങ്ങനെയാണ് സച്ചാർ കമ്മിറ്റിയിൽ മുസ്ലിങ്ങൾ പിന്നോക്കമായത്? സച്ചാർ കമ്മിറ്റി പഠനത്തിൽ മുസ്ലിങ്ങൾ പിന്നോക്കക്കാരാണ്, അതുകൊണ്ട് സെപ്പറേറ്റ് ന്യൂനപക്ഷ സംരക്ഷണം വേണം. അങ്ങനെയാണ് ഈ ന്യൂനപക്ഷ മിനിസ്ട്രിയും ഇതുമൊക്കെ. എന്തിനാണ് 9.5 ലക്ഷം ഏക്കർ കയ്യിലുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് അവർ പിന്നോക്കമാകുന്നത് എങ്ങനെയാണ്? ഈ 9 ലക്ഷം ഏക്കർ വിറ്റാൽ തന്നെ നിങ്ങളുടെ 7 തലമുറയ്ക്ക് തിന്നാനുള്ളതുണ്ടാകും. കേരളത്തിൽ, ഭാരതത്തിൽ ഏകദേശം ജനസംഖ്യ എണ്ണം എടുത്തു കഴിഞ്ഞാൽ 20 കോടി ആൾക്കാരാണ്. 9.5 ലക്ഷം ഏക്കർ ഭൂമി വിറ്റാൽ, തൂക്കി വിറ്റാൽ 20 കോടിക്ക് സൂക്ഷ്മമായിട്ട് കഴിയാനുള്ള കാശ് കിട്ടില്ലേ? പിന്നെ നിങ്ങളുടെ പ്രശ്നം എന്താ? ഈ പ്രശ്നം, നിങ്ങൾ ഈ സർക്കാർ ഭൂമി അത് ഇതൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നു. അത് നിങ്ങളുടെ കുറേ പണക്കാർ ഉപഭോഗം നടത്തും. നിങ്ങളുടെ പേരും പറഞ്ഞു. ഞാൻ കേരളത്തിൽ ഒരൊറ്റ മുസ്ലിം, പാവപ്പെട്ട മുസ്ലിം, മൊട്ടക്കാരൻ, കാലിച്ചാക്ക് വിൽക്കുന്നവൻ 10 പൈസ ഈ വഖഫ് ബോർഡിൽ നിന്ന് കിട്ടിയതായിട്ട് പറയട്ടെ. ഇതാ വഖഫ് ബോർഡ് കൊണ്ട് എനിക്ക് ഗുണമുണ്ടായി, എനിക്ക് മാസം തോറും 1000 രൂപ ഒരു പെൻഷൻ തരുന്നുണ്ട്, അല്ലെ എന്തെങ്കിലും സഹായം ചെയ്തു. ഇല്ല, കൊടുക്കില്ല. ഈ ഭൂമി മുഴുവൻ വൻകിട പണക്കാരുടെ കയ്യിലാണ്. വൻകിട പണക്കാർ പോലും വിഷമത്തിലാണ്. നമ്മളുടെ MESൻ്റെ ചെയർമാൻ ഡോക്ടർ ഫസൽ ഗഫൂർ, അദ്ദേഹത്തിൻ്റെ ബാപ്പ വഖഫ് ചെയ്ത് 150 ഏക്കർ കാണാനില്ല. 150 ഏക്കർ കോഴിക്കോട് കാണാനില്ല. ഈ ചാവക്കാടും തളിപ്പറമ്പിലും ഇതിൻ്റെ ഇരകൾ മുസ്ലിങ്ങളാണ്. ഇവരിതെല്ലാം മറിച്ച് കച്ചവടം ചെയ്തിട്ട് വലിയ പണക്കാരായി നടന്നിട്ടുണ്ട്. എന്നിട്ട് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് വഖഫ് അല്ലാഹുവിന് ദാനം ചെയ്ത്, ഇതിന് മാത്രം ഭൂമി എവിടെ ഇവർ ദാനം ചെയ്യാൻ മാത്രം? 9.5 ലക്ഷം ഏക്കർ ഭൂമി ദാനം ചെയ്യണമെങ്കിൽ അത്രയും ഭൂമി മുസ്ലിങ്ങളുടെ കയ്യിൽ വേണ്ടേ? തലയ്ക്ക് വട്ടാണ് 9.5 ലക്ഷം ഏക്കർ അങ്ങോട്ട് വഖഫ് ചെയ്യാൻ. താമസിക്കാൻ സ്ഥലം പോലും ഇല്ലാതെ വഖഫ് ചെയ്യുമോ ആരെങ്കിലും? ഇതാരെ വിശ്വസിപ്പിക്കുക? ഇത് കണ്ടവൻ്റെ ഭൂമി വഖഫ് ആണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് ഇവർ കയ്യിൽ വെച്ചിരിക്കുക. അല്ലാതെ സ്വന്തം ഭൂമിയല്ല, വഖഫ് ചെയ്ത ഭൂമിയല്ല. വി ഹാവ് റീസൺസ് ടു ബിലീവ്. അങ്ങനെയാണ് 95 ആക്ട്. റീസൺ ടു ബിലീവ്. അതങ്ങനെ ഒരു കാരണമുണ്ടെന്ന് എനിക്ക് തോന്നി. മതി, അത് വെക്കാം. ഇങ്ങനൊരു ആക്ടുണ്ടോ? എന്നിട്ട് അത് ഇസ്ലാമിൻ്റെയാണ്, തൊട്ടുപോകരുത്. ഏത് ഇസ്ലാമിൻ്റെ? ഇസ്ലാമിലെ ചില മുതലാളിമാരുടെ.
അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പോലും കേരളത്തിൽ ഈ സാധനം തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. മുസ്ലിം ലീഗിലെ വിവരമുള്ളവരോട് സംസാരിച്ച് നോക്കുക. അവർ പറയും ഈ നിസാർ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ച് അത് റദ്ദാക്കുക. റദ്ദാക്കി കഴിഞ്ഞാൽ ഈ വഖഫ് ബോർഡിൻ്റെ തീരുമാനം റദ്ദാകും. കാരണം നിസാർ കമ്മിറ്റി റിപ്പോർട്ട് നിർബന്ധിച്ചിട്ടാണ് വഖഫ് ബോർഡിനെ കൊണ്ട് മുനമ്പം ഏറ്റെടുക്കുന്നത്. ഇപ്പം നിസാർ കമ്മീഷൻ റിപ്പോർട്ട് എന്നുള്ള അടിത്തറ അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞാൽ വഖഫ് ബോർഡിൻ്റെ തീരുമാനം മാറും, മുനമ്പൻ രക്ഷപ്പെടും. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾക്ക് അറിയാം. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളല്ല, അവർക്ക് പലർക്കും തുറന്നു പറയാം. ചിലർ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞവർ പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ല, വിരുദ്ധമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ പിന്നെ സൈലൻ്റായി. പൊളിറ്റിക്സ് ആണല്ലോ അത്. സോ സിൻസിയർലി വഖഫ് തീർക്കണമെങ്കിൽ ഈ വി.ഡി. സതീശൻ പറഞ്ഞ പോലെ 10 മിനിറ്റ് മതി. ബന്ധപ്പെട്ടവരിരുന്ന് സംസാരിച്ച് ഓണസ്റ്റ്ലി സംസാരിച്ചാൽ 10 മിനിറ്റ് മതി അത് തീർക്കാൻ. ആ ഓണസ്റ്റി അകത്ത് രാഷ്ട്രീയം വരുമ്പോഴാണ് പലർക്കും പല താല്പര്യം വരികയും അതെങ്ങനെയാണ് ശരിയാവുക, അത് നമ്മളൊരു സെൽഫ് ഗോളായി പോകുമല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയിലാണ്. ഏതായാലും നമ്മൾ ആദ്യം പങ്കുവച്ച ഒരു ആശങ്ക, ഞാൻ പങ്കുവച്ച ആശങ്ക, യോഗിയും മോദിയും കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്നുള്ള ഒരു ഭയം വേണ്ട, ഒരു ഭയവും വേണ്ട. അതിന് കാലം സാക്ഷി, ചരിത്രം സാക്ഷി. അടുത്ത വരി പറയണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.